കാത്തു രക്ഷിച്ചേക്കണേ. നാളെ എന്റെ ഉണ്ണിയെത്തും. അവനൊരാപത്തും വരാതെ കാത്തുകൊള്ളണേ. മേനോ സാർ സ്ഥലം മാറ്റം മേടിച്ച് കേരളം വിട്ട് പോണൂന്ന് കേട്ടല്ലോ. ശ്രമിക്കുന്നുണ്ട്. അപ്പോ ഉണ്ണി വരണണ്ടല്ലേ? അതെ. നിങ്ങളൊക്കെ രാജകുടുംബമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശത്രുക്കള് നിസ്സാരക്കാരല്ല. ഉണ്ണി എത്തിയാ കൊല്ലാൻ തയ്യാറായി നിൽക്കുക എന്നാ നാട്ടുകാർ പറയണേ. ഭഗവതി തന്നെ തുണ. ലക്ഷ്മി, ഗുരുവായൂരപ്പന്റെ കടാക്ഷം കൊണ്ട് പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു. ഉണ്ണിയുടെ അഡ്മിഷൻ അത്ഭുതമെന്നല്ലാതെ എന്തു പറയാന്. ഈ ലോകം മുഴുവൻ എഴുതിത്തള്ളിയ കേസായിട്ടും ഉണ്ണിയുടെ അഡ്മിഷൻ ശരിയായി. സാക്ഷാൽ ഗുരുവായൂരപ്പൻ മുൻ MP വിശ്വാസാറിന്റെ രൂപത്തിൽ വന്ന് അനുഗ്രഹിച്ചു. ഒരേ നാട്ടുകാരെന്നല്ലാതെ വിശ്വാസാറും ഞാനും തമ്മിൽ എന്താ ബന്ധം? ഒന്നുമില്ല. പണ്ട് മെട്രിക്കുലേഷൻ പരീക്ഷയ്ക്ക് 1ാം റാങ്ക് കിട്ടിയപ്പോൾ മെഡൽ കുത്തി തന്നു, അത്രേ ഉള്ളൂ. 1ാം റാങ്കുകാരന്റെ മോന് മദ്രാസ് ലോ കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ചെന്നില്ലേ പിന്നെ എന്ത് നാട്ടുകാരാടോ എന്നൊരു ചോദ്യം. ഓ, അപ്പോഴാ ശ്വാസം നേരെ വീണത്. നിന്റെ അഡ്മിഷൻ ശരിയായിട്ടുണ്ട്. സ്റ്റെല്ല മേരീസ്. കോമളനെ കണ്ടോ? പിന്നെ അവന്റെ ഓട്ടോയിലല്ലായിരുന്നോ യാത്ര മുഴുവൻ? അവൻ അവിടെയും ഓട്ടോ ഡ്രൈവറാ. പിന്നെ നീ ഓർക്കുന്നില്ലേ പണ്ട് എന്റെ കൂടെ ഡൽഹിയിലുണ്ടായിരുന്ന മാധവനെ? അയാളിപ്പോ മദ്രാസിലാ. അയാളുടെ ക്വാർട്ടേഴ്സിന് അടുത്ത് തന്നെയാ നമ്മുടെ. എല്ലാ സഹായത്തിനും അയാളും കുടുംബവും ഉണ്ടാവും. ഇയാൾക്കിത് എന്തിന്റെ സൂക്കേടാ? അച്ഛന്റെ സ്വഭാവം. അച്ഛൻ വയസ്സ് 70 കഴിഞ്ഞു. പലയിടത്തും അടങ്ങി ഒതുങ്ങിയിരിക്കാതെ ഇപ്പോഴും. ഒന്നുകിൽ ആശ എന്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് വെളിയിൽ. രണ്ട് സംഭവിച്ചു. എന്നെ ഒന്ന് പിടിച്ചുയർത്തടാ. മതി ഇന്നത്തെ പരിശീലനം. നീയൊക്കെ പഠിച്ചോവറായി. പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, എന്റെ നാളുകൾ സമാഗതമായിരിക്കുന്നു. പട്ടി തെണ്ടി ചെറ്റെ, ഞാൻ രാജാവാണെന്ന് ഓർക്കൂല. നല്ല സുഖം. ശിഷ്യന്മാരെ, നമ്മൾ 5 വർഷം കാത്തിരുന്ന ദിവസം നാളെയാണ്. നാളെ ഉണ്ണി വരും. ആയോധന കലകളുടെ മർമ്മം പറഞ്ഞവൻ, എന്റെ അരുമ ശിഷ്യൻ, എന്റെ കൊച്ചുമകൻ. അവൻ വന്നാൽ ഈ നാട്ടിലൊരു ഭൂകമ്പം ഉണ്ടാകും. അതുകൊണ്ട് നാം സജ്ജരായിരിക്കണം. അടിക്കടി, വെട്ടിന് വെട്ട്, കുത്തിന് കുത്ത്, തലയ്ക്ക് തല, കൈക്ക് കൈ, കാലിന് കാല്. തമ്പുരാന് വെറുതെ ഇരുന്ന് പറഞ്ഞാൽ മതി. ഈ തലയും കാലും ഒക്കെ പോണ ഞങ്ങളുടെ. ശത്രുവിന് കീഴടങ്ങിയ ചരിത്രം ഈ രാജകുടുംബത്തിനില്ല. പ്രത്യേകിച്ച് ഇപ്പൊ രാജഭരണമായിരുന്നെങ്കിൽ ഈ രാജ്യം ഭരിക്കുന്ന ശ്രീമൂലം തിരുനാൾ ഈശ്വരൻ തമ്പുരാൻ. തന്റെ കാലിലെന്താടോ ആണിയുണ്ടോ? ഉണ്ടെങ്കിൽ പറിച്ചുകളാ. മാറത്ത് തറഞ്ഞു കയറി. മോളെ, പാൽക്കഞ്ഞി എടുത്തു വെച്ചോളൂ. കഞ്ഞി ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഞാൻ ഈ പാൽക്കഞ്ഞിയാണ് ഉദ്ദേശിച്ചത്. നാളെ തന്നെ മദ്രാസിലേക്ക് പുറപ്പെടണമെന്നാ പറയുന്നത്. അപ്പൊ ഉണ്ണി പോണ വഴിക്ക് കൂട്ടിട്ട് പോവാത്രേ. അത് നടക്കില്ല. നടക്കണ്ട. കോളേജ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എടോ മേനെ, ഒളിച്ചോട്ടം ഭീരുത്വമാണ്. ഞങ്ങൾ ക്ഷത്രിയന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല പേടി. പേടിയില്ലായ്മ വിവരക്കേടാ. പക്ഷേ വിവരമില്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് വിവരമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് കൂടെ തോന്നണ്ടേ? പ്രേമിച്ച് കെട്ടിയപ്പോ നിനക്കൊരു ക്ഷത്രിയനെ കെട്ടാൻ പാടില്ലായിരുന്നോടി? അച്ഛൻ ഇത് പറയാൻ തുടങ്ങിയിട്ട് വർഷം 28. അതടി, വർഷം 28. എന്നിട്ട് നീ കേട്ടോടി? മുത്തശ്ശന് ഇപ്പൊ എന്താ പ്രശ്നം? നിന്റെ അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ എനിക്ക് വിവരമില്ലെന്ന്? സത്യത്തിൽ എനിക്ക് വിവരമില്ലേ? ഇല്ല. നീ അങ്ങനെ പറയൂ. നീ ആ മേനോന്റെ രക്ത. പക്ഷെ അവനുണ്ടല്ലോ ഉണ്ണി, അവൻ മേനോന്റെ മോനാണെങ്കിലും ക്ഷത്രിയ രക്ത. എന്റെ കരളുറപ്പ. മരിക്കുന്നെങ്കിൽ അംഗം വെട്ടിയെ മരിക്കൂ. ഒരു ഒളിച്ചോട്ടത്തിന് ഒരിക്കലും അവൻ തയ്യാറാവില്ല. തെണ്ടിയുടെ ഒടുക്കത്ത് ചവിട്ട്. കഞ്ഞി ഇറങ്ങുന്നില്ല. ചേട്ടാ, ഇവനെ ഇരുട്ട് പാപ്പച്ചൻ. നമുക്ക് പറ്റിയ ആളാ. അവൻ എത്തിയാലുടൻ ആരും അറിയാതെ ഒറ്റടിക്ക് തീർത്തോളന്നാ ഇവൻ ഏറ്റിരിക്കുന്നത്. ആരും അറിയാതെയോ? എല്ലാവരും അറിയണം. ഈ നാട് മൊത്തം അറിയണം. ഈ കരിമ്പാറക്ക പ്രഭാകരൻ തമ്പുരാമഠത്തിൽ ഉണ്ണി എന്ന സൂര്യനാരായണ വർമ്മയെ കൊന്നെന്ന്. അല്ല ചേട്ടാ, ഒരു സഹായത്തിന്. എനിക്ക് ഒരപ്പാളിന്റെ സഹായം ആവശ്യമില്ലടാ. ഈ നാട്ടുകാരുടെ മുമ്പിലിട്ടവനെ കൊത്തി നുറുക്കാൻ. നാളെ അവനോട് എത്താൻ കാത്തു നിൽക്കണ്ട. അവിടെ ചെന്നവനെ കൊല്ലണം. എന്നാലേ എന്റെ നെഞ്ചിലെ പക തീരൂ.
സ്ഥലമാറ്റം വാങ്ങിച്ചു മദ്രാസിലേക്ക്. അവിടുത്തെ ലോ കോളേജിൽ നിനക്കൊരു അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് കിട്ടിയത്. നീ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ ഈ നാട് വിട്ട് എങ്ങോട്ടുമില്ല. എന്നെ വിട്ടേക്ക്. വഴിയിൽ ഉപേക്ഷിക്കാൻ വേണ്ടിയല്ല വളർത്തി വലുതാക്കിയത് മോനെ. കരിമ്പാറക്കാർ കൊടും വാശിയില്ല. അവർക്ക് വേണ്ടത് നിന്റെ ജീവനാ. പകരത്തിന് പകരം നിന്റെ ദേഹത്തൊരു പോറല് വീഴുന്നത് സഹിക്കാൻ കഴിയോടാ ഞങ്ങൾക്ക്. മക്കളോട് മാത്രമല്ല, മക്കൾക്ക് തിരിച്ചുകൊണ്ട് അച്ഛനമ്മമാരോട് ഉത്തരവാദിത്വം. നീ ഞങ്ങളുടെ കൂടെ വരാൻ ഒരുക്കമല്ലെങ്കിൽ ഇനി ഒരിക്കലും ജീവനോടെ ഞങ്ങളെ കാണില്ല. കരിമ്പാറക്കാർ നിന്നെ ഇല്ലാതാക്കും മുമ്പ് വല്ല വിഷവും കഴിച്ച് മരിച്ചിട്ടുണ്ടാവും ഞങ്ങൾ. മോനെ, നിന്റെ അമ്മയോട് ഇത്തിരി സ്നേഹം ഉള്ളിന്റെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ വരണം ഞങ്ങളോടൊപ്പം. അവസാന ശ്വാസം വരെ കാണണമെന്നുണ്ട്. അതുകൊണ്ടാ, ഞങ്ങൾക്ക് വേറെ ആരുമില്ലടാ. കരണ്ട, ഞാൻ വരാം. കരയല്ലേ? ചെന്ന് ചോദിക്കടാ അവനെ എപ്പ പുറത്തോട്ട് കെട്ടിയെടുക്കുമെന്ന്. വാ, ചെല്ലെന്ന്. സൂര്യനാരായണവർമ്മ എപ്പോ റിലീസ് ചെയ്യും? അയാൾ പോയല്ലോ. എന്നടാ ആ നായിന്റെ മോൻ പോയെന്ന്. എങ്ങോട്ട്? അറിയില്ലെന്നേ. വിടരുതവനെ. വണ്ടി എടുക്കും. ഈ അടവൊക്കെ ഇവർ എപ്പോ പഠിച്ചടേ? ഇത് അടവല്ല, ബ്രേക്ക് ഇട്ടപ്പോ കൈവിട്ട് പോയതാണ്. വണ്ടി എടുത്തു മാറ്റടാ. ശത്രുക്കൾ നേരത്തെ എത്തിയോ? സംഹാരം തുടങ്ങാം. നേരത്തെ നിർത്തിച്ചതാ. എങ്ങോട്ടാണോ പന്ന പറന്നാരെ കൊണ്ടുപോയത്? കൊണ്ടുപോയോ? എപ്പോ? നല്ലൊരു അംഗത്തിനുള്ള ചാൻസ് അല്ലേ മിസ്സായത്? എന്റെ 5 വർഷത്തെ തയ്യാറെടുപ്പാണ് വേസ്റ്റ് ആയത്. 5 വത്സരം. അവനെ ഏത് പാതാളത്തെ കൊണ്ട് ഒളിപ്പിച്ചാലും ഞങ്ങൾ കണ്ടുപിടിക്കും. കർമ്മം ചെയ്യാൻ ശവം പോലും കിട്ടുകയില്ല. ഈ സിറ്റി മുഴുവൻ അരിച്ചു പെറുക്കടാ. അരിച്ചു പെറുക്കാൻ അവനിപ്പോ അനിക്സ്പ്രേ ആയിട്ടുണ്ടാവും. പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ.